ഈ മൃതദേഹങ്ങൾ തപ്പാനൊക്കെ തുടങ്ങി. അങ്ങനെ ആ സംഭവ ദിവസം സന്ധ്യയ്ക്ക് ഉള്ളിൽ തന്നെ ഏതാണ്ട് ഒരു 17 ഡെഡ് ബോഡി ഇങ്ങനെ വെള്ളം വന്ന് ഇടിച്ച് ശക്തമായിട്ട് ഇടിച്ച് ഈ വീടാകെ ചിതറിത്തെറിക്കുന്ന പോലെ. ഇന്ന് ഈ കടൽ വളരെ ശാന്തമാണ്. തിരകൾ പതുക്കെ കരയിലേക്ക് എത്തുന്നു. ഇവിടെ നിൽക്കുന്ന ഒരാൾക്കും ഈ കടൽ ഒരിക്കൽ ഭീകരമായ ഒരു ദുരന്തത്തിന് കാരണമായി എന്ന് തോന്നുകയില്ല. പക്ഷേ 2004 ഡിസംബർ 26 ലോകം മുഴുവൻ ഒരിക്കലും മറക്കാനാവാത്ത ദിവസം. Catastrophe is unfolding in southern Asia right now. The strongest earthquake in 4 decades. The tragedy of staggering proportions. I can see it's moving really fast. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിന്റെ തെക്കൻ തീരപ്രദേശങ്ങളിൽ ഒന്നായ കൊല്ലം ആലപ്പുഴ തീരത്തിന് സമീപത്താണ്. തലമുറകളായി മത്സ്യത്തൊഴിലാളികൾ കടലിനൊപ്പം ജീവിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണിവ. ഇവർക്ക് കടൽ ഭക്ഷണവും ജീവിതവും നൽകുന്ന ഒന്നാണ്. പക്ഷേ 2004 ഇതേ കടൽ ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു ഭീകരമായ ദുരന്തം കൊണ്ടുവന്നു. ഡിസംബർ 26 രാവിലെ ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിന് സമീപം സമുദ്രത്തിന്റെ അടിയിൽ 9.2 മാഗ്നിറ്റ്യൂഡ് തീവ്രതയുള്ള ഒരു ഭീമൻ ഭൂമികുലുക്കമുണ്ടായി. സയന്റിസ്റ്റുകൾ പറയുന്നത് 23,000 ഹിറോഷിമ ബോംബുകളുടെ ശക്തിയോട് തുല്യമായ ഊർജം പുറത്തുവിട്ടു എന്നാണ്. ആ ഭൂചലനം കടലിന്റെ അടിത്തട്ടിനെ തന്നെ മാറ്റിമറിച്ചു. അതിന്റെ ഫലമായി ഭീമൻ തിരകളുടെ ഒരു ശൃംഖല തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആകെ പടർന്നു. സുനാമി തിരകൾ മണിക്കൂറിൽ 800 കിലോമീറ്റർ വേഗതയിൽ സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു. ഇവ ആദ്യം അടിച്ചു കയറിയത് ഇന്തോനേഷ്യ, ശ്രീലങ്ക, ഇന്ത്യ, തായ്ലാന്റ് പോലുള്ള രാജ്യങ്ങളിലേക്കാണ്. മൊത്തത്തിൽ 14 രാജ്യങ്ങൾ ഈ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ടു. ലോകമെമ്പാടുമുള്ള 2 ലക്ഷത്തിലധികം ആൾക്കാർ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു. ഇന്ത്യയിൽ തമിഴ്നാട്, ആൻഡമാൻ നിക്കോബാർ, കേരളം എന്നീ പ്രദേശങ്ങളിലായിരുന്നു സുനാമിയുടെ ആഘാതം ഉണ്ടായത്. ആ ദിവസം പല സ്ഥലങ്ങളിലും കടൽ പിന്നിലേക്ക് വലിഞ്ഞതായി ആൾക്കാർ കണ്ടു. അതിനുശേഷം വലിയ തിരകളായി വെള്ളം കരയിലേക്ക് കുതിച്ചെത്തി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് കൊല്ലം, ആലപ്പുഴ പ്രദേശങ്ങളായിരുന്നു. ശക്തികുളങ്ങര, കരുനാഗപ്പള്ളി, ആലപ്പാട് ഈ ദുരന്തത്തിന്റെ കേന്ദ്രങ്ങളായി മാറി. ഇതിൽ ഏറ്റവും കൂടുതൽ ദുരന്തം വിധിച്ചത് ആലപ്പാടായിരുന്നു. ഏകദേശം 120-ൽ കൂടുതൽ ആൾക്കാർ ഈ പ്രദേശത്ത് മരണപ്പെട്ടു. 4 സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഐലൻഡാണ് ആലപ്പാട്. പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് TS കനാലും. സുനാമി നടക്കുന്ന സമയത്ത് ഏതാണ്ട് 26 വയസ്സ് എനിക്കുണ്ട്. ഒരു 18-20 മീറ്ററോളം പൊക്കത്തിൽ ഈ കടൽ തിരമാല കരയിലേക്ക് തള്ളിക്കയറി വരികയായിരുന്നു. 1 കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം ഒരു 100-ഓളം പേര്, 140-ഓളം പേര് മരണപ്പെടുകയുണ്ടായി. നേരെ പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ എൻ്റെ തന്നെ ഒരു സുഹൃത്തിൻ്റെ 2 മുറിയുള്ള ചെറിയൊരു വീടാണ്. ആ ചെറിയൊരു വീടിൻ്റെ വാർപ്പ്, ആ വാർപ്പിൽ ഇങ്ങനെ വെള്ളം വന്ന് ഇടിച്ച് ശക്തമായിട്ട് ഇടിച്ച് ഈ വീടാകെ ചിതറിത്തെറിക്കുന്ന പോലെ ആണ് നമ്മൾ ഫസ്റ്റ് സീൻ ഞാൻ കാണുന്നുണ്ട്. കടൽ തിരമാല ആകെ വന്ന് നിമിഷ നേരം കൊണ്ട് നമ്മളൊക്കെ മൂടുകയായിരുന്നു. പിന്നീട് തല വെള്ളത്തിൽ, അതായത് പിന്നെ ഞാൻ രക്ഷപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിന്ന അതിൻ്റെ നേരെ കിഴക്കുവശത്തൊരു വീടുണ്ട്. അതിൻ്റെ തിണ്ണയിൽ കയറി ആ വീട് ഒരു ജനലുണ്ടായിരുന്നു. ആ ജനലിൻ്റെ ക്രാസിൽ മേലെ ചവിട്ടിക്ക് ഇങ്ങനെ കയറിയിട്ട് ഈ ഭിത്തി കട്ട കെട്ടി തീരുന്ന അവിടെ പിടിച്ചിട്ട് എനിക്ക് രക്ഷയില്ല. അത് മൂക്കിൻ്റെ മേളിൽ കൂടെ തന്നെ വെള്ളം ഒഴുകുന്ന. അതിൻ്റെ മേളിൽ 2 ഓട് കൈകൊണ്ട് ഞാനിങ്ങനെ തള്ളി മാറ്റി. അത് ഓടിൻ്റെ ഇടയ്ക്കൂടെയാണ് ഞാൻ തല മേളിലോട്ട് കയറ്റി വെച്ചുകൊണ്ടാണ് എനിക്ക് ജസ്റ്റ് മൂക്കിൻ്റെ താഴെ, അതായത് എനിക്ക് ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിൽ തന്നെയാണ് ഞാൻ അങ്ങനെ നിന്നുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അത് മാത്രമല്ല, ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വൈഫ് ഒരു തെങ്ങെ ചുറ്റി, അപ്പോൾ കുഞ്ഞമ്മയുടെ സാരി ഇങ്ങനെ തുമ്പ് പോലെ നീണ്ടു കിടക്കുക. അപ്പോൾ അതിങ്ങനെ വലിച്ചെടുത്തിട്ട് ഇവർ തെങ്ങെ ചുറ്റി ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇത് ഒഴുകിപ്പോകാതിരിക്കാൻ വേണ്ടി, ഒഴുകി വിട്ടുപോയി കഴിഞ്ഞാൽ ആളെ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഞാൻ കാണുന്നത്. സുനാമി വന്ന സമയത്ത് എനിക്ക് 6 വയസ്സായിരുന്നു. ഇന്ന് ഞങ്ങൾ കടൽ തീരത്തൊക്കെ താമസമുണ്ട്. അപ്പം ഇന്ന് കുറേ ഫങ്ഷനും കാര്യങ്ങളായിട്ട് ഞങ്ങൾ കായലിൻ്റെ ഇക്കരയായിട്ട് വന്ന സമയത്താണ് സുനാമി വരുന്നത്. സുനാമിയുടെ തലേ ദിവസമൊക്കെ വന്ന് ഞാൻ കടലിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നതാണ്. സുനാമി അന്ന ദിവസം എന്തോ ഭാഗ്യം കൊണ്ട് കടൽ തീരത്തില്ലായിരുന്നു. പക്ഷേ കായൽ തീരത്തുനിന്ന് അത്യാവശ്യം സുനാമി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് തെങ്ങിൻ്റെ മേളിൽ കൂടെ തിരമാലയൊക്കെ വന്ന് കായലിലോട്ട് വീഴുന്ന ആ രംഗമൊക്കെ ഞാൻ കണ്ടാണ്. ഇന്നും ആ ഒരു സംഭവം ഒരു വല്ലാത്തൊരു ഓർമ്മയായിട്ട് മനസ്സിൽ കിടക്കുകയാണ്. ഒരു ഉച്ചയോടുകൂടിയാണെന്ന് തോന്നുന്നു. ഹൈവേയുടെ പടിഞ്ഞാറേ സൈഡിൽ നിന്ന്
ഒരു കൊച്ചു റോഡാണ്. അവിടുന്ന് ഒരു ബൈക്കിനകത്ത് 2 ചെറുപ്പക്കാർ ഒരു ബൈക്കിൽ ഇങ്ങനെ പാഞ്ഞ് ഹൈവേയിലോട്ട് കയറുകയാണ്. അവരുടെ തോളിൽ ഒരു പാവക്കുട്ടിയാണെന്നാണ് നമുക്ക് ആദ്യം തോന്നുന്നത്. പക്ഷെ ഒരു കുഞ്ഞായിരുന്നു അത്. ഒരു 5-6 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മോളാണ്. അത് ഇങ്ങനെ തോളിൽ ഇങ്ങനെ ഇട്ടേക്കുകയാണ്. എന്നിട്ട് അവർ വിളിച്ചു പോകുന്നുണ്ട്, കടൽ കയറിയേ എന്നും പറഞ്ഞ് അവർ വിളിച്ചു കൂവിക്കൊണ്ട് അലറിക്കൊണ്ട് അവർ ബൈക്ക് സ്പീഡിൽ പായുകയാണ്. അപ്പോഴാദ്യം കാണുന്നത് ഈ ഒരു കാഴ്ചയാണ്. അപ്പം എന്തോ ഒരു പന്തയോട് പോലെ എന്താണ് അവരിങ്ങനെ ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുന്ന ടൈമിൽ തന്നെ പിന്നെ കാണുന്നത് ആംബുലൻസ് ചീറിപ്പാഞ്ഞ് വരുന്നതാണ്. ആ പടിഞ്ഞാറ് റോഡിൽ നിന്ന് തന്നെ ചീറിപ്പാഞ്ഞ് ആംബുലൻസുകളൊക്കെ ഇങ്ങനെ പാഞ്ഞ് പരബ്രഹ്മ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞ് പോകുന്നതാണ് കാണുന്നത്. അപ്പോഴാണ് മനസ്സിലായത് എന്തോ ഒരു അപകടം സംഭവിച്ചു എന്നുള്ളത്. കാരണം 2004 സുനാമിയിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു. കേരളത്തിലെ ആ ദിവസം നിരവധി കുടുംബങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മയായി മാറി. അച്ചാച്ചോ എല്ലാം പോട്ടെ ചാച്ചോ, അതൊക്കെ പോട്ടെ അച്ചാച്ചോ. എന്റെ അച്ചോ, എന്റെ അച്ചോ, എന്റെ ദൈവമേ, എന്റെ അച്ചോ, എന്റെ കിടക്കട്ടെ. പെണ്ണെല്ലാം കൂടി റിലീഫ് പറഞ്ഞത് ആളുകളെ പൂജ രക്ഷയുണ്ടോ?
വെള്ളം ഈ ജീവൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മരണം നേരിട്ടെന്ന ഒരു പരസ്പരം കൈകാലുണ്ടോ ഇതെന്ന് പറഞ്ഞാൽ എല്ലാം മൊത്തം പൊട്ടി കൈ വിട്ടുപോയെങ്കിൽ പോക്ക കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം വെള്ളം ഒരു അലമാരയൊക്കെ ഇങ്ങനെ വന്ന് വയറ്റത്ത് വട്ടം വന്ന് ഇടിക്കുകയാണ്. എന്താ ചെയ്യാൻ നോക്കും നമുക്ക്? പെരുമ്പള്ളി ജംഗ്ഷനോട് നിങ്ങളുടെ അടുത്തൊന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പെട്രോൾ തീർന്നു. കറക്കി കറക്കി എടുത്തോ. നിർത്തണ്ട, 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് അവിടെ ചെല്ലും കള്ളിക്കാട്ട്. എന്തായാലും 15 മിനിറ്റ് റെക്കോർഡ് ആയിക്കോട്ടെ. കട വരുന്നുണ്ട് കേട്ടോ. അവര് കടല് വരുന്നുണ്ട് അടുത്ത്. വലിയ കുഴപ്പമില്ല. ഇല്ല ഇല്ല കുഴപ്പമില്ല. പക്ഷെ നല്ലപോലെ പറ്റിയായിരുന്നു നേരത്തെ. എന്തോ കിട്ടുന്നെന്ന് പറയാൻ പറ്റില്ല. കിട്ടുന്നുണ്ടോ? അത് റെക്കോർഡായി വരുമ്പോഴേക്കും അങ്ങനെയല്ല. അതാ ഞാൻ പറഞ്ഞ ഓഫ് ചെയ്യണ്ട. മോശമായാലും നല്ലായാലും അങ്ങനെ കിടക്കത്തുള്ളൂ.